ഗായ്സ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചി പറഞ്ഞാലും നമ്മൾ കുറച്ച് ലേറ്റ് ആണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താ റിയാക്ഷൻ നമുക്ക് നോക്കാം. അത് നമ്മുടെ വൈബ്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് റിയലി സ്പെഷ്യൽ ഡേ ഫോർ മീ ബിക്കോസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രേഷ്മ ചേച്ചിയുടെ വളകാപ്പ് ചടങ്ങാണെന്ന്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ദേവികയുണ്ട് കേട്ടോ. അവളുടെ സ്കൂളിൽ ഇന്നലെ ആനുവൽ ഡേ ഫംഗ്ഷൻ ആയിരുന്നു. സോ ഞാൻ അവളുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. ഞങ്ങൾ എത്താൻ തന്നെ ലേറ്റ് ആയതുകൊണ്ട് സ്കിന്നൊക്കെ അത്യാവശ്യം ഡള്ളായിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഈ ബീട്രൂട്ട് പൗഡർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു റെഡി ആവുന്നതിന് മുമ്പായിട്ട്. ആൻഡ് ദിസ് പ്രൊഡക്ട്സ്, ആൽബ്സിൻ്റെ ഈ പ്രൊഡക്റ്റ് അടിപൊളിയാണ്. യു ജസ്റ്റ് നീഡ് ടു ട്രൈ ഇറ്റ് ഔട്ട്. ഓക്കെ ഗായ്സ്, ഞങ്ങൾ രേഷ്മ ചേച്ചിയുടെ ഫംഗ്ഷന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചി പറഞ്ഞാലും നമ്മൾ കുറച്ച് ലേറ്റ് ആണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താ റിയാക്ഷൻ നമുക്ക് നോക്കാം. ബൈ. ആൻഡ് ഗായ്സ്, രേഷ്മ ചേച്ചിനെ പറ്റി പറയാനാണെങ്കിൽ വിത്ത് സം പേഴ്സൺ വിച്ച് ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഹോം. എനിക്ക് അങ്ങനെയുള്ള ഒരാളാണ് രേഷ്മ ചേച്ചി. ആൻഡ് ഐ എം റിയലി ലക്കി ടു ഹാവ് ഹർ ആസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നീയാണ് ലേറ്റ് ആക്കിയത്. അങ്ങനെ ഗായ്സ്, നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് നേരെ മുകളിലേക്ക് വിട്ടു, അവിടെയാണ് പരിപാടി എന്നൊക്കെ. സോ നമ്മൾ ചേച്ചിനെ കാണാൻ വേണ്ടി പോവാണ്. ആൻഡ് ചേട്ടൻ ഈസ് ഹിയർ. പ്രസൻസ് സാർ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കയറി. അങ്ങനെ ഗായ്സ് ചെന്ന് കയറിയതും എല്ലാവരോടും ഒരു ഹൈ ഹൈ ഹോയ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു സൈഡിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രോഗ്രാമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുമായിരുന്നു. ആൻഡ് ദിസ് ഈസ് എ കസിൻ ബ്രദർ. ആളാണ് ആങ്കറിങ് ഒക്കെ ചെയ്തത് കേട്ടോ. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ബോറടിച്ചില്ല. അടിപൊളിയായിട്ട് തന്നെ പ്രോഗ്രാം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ജസ്റ്റ് സീ ദിസ് ഗായ്സ്, എന്ത് അടിപൊളി ഡെക്കോ ആണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടുത്തെ എല്ലാ ഡെക്കറേഷൻ വർക്ക്സും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും പണ്ട് രേഷ്മയുടെ ആദ്യം തുടക്കത്തില് സ്കൂളിലേക്ക് വരുമ്പോ കുട്ടികളെ കണ്ട ആ ഒരു അന്താളിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഞാനും ഈ ഫീൽഡിലല്ല, എനിക്ക് തലത്തിലേക്ക് കണ്ട പാടും. ഇതിപ്പോ നമ്മളിപ്പോ ആ കൂടുതൽ പരസ്പരം. പക്ഷെ പിന്നീട് ഇങ്ങനെ കുറെ കൂടെ അടുത്ത് കഴിഞ്ഞപ്പോ കുട്ടികളായിട്ട് അടുപ്പുണ്ടായപ്പോ നല്ലൊരു അധ്യാപികയായി, നല്ലൊരു ടീച്ചറായി ഞങ്ങളുടെ സ്കൂളിൽ പോയി പുറത്ത് പോയി എല്ലാവരും ഞങ്ങളുടെ കുറുമ്പിയായ ഒരു വ്യത്യാസമല്ല. ഇവിടത്തേക്കാരും കുറുമ്പിയാണ്. അതേപോലെ ഭയങ്കരമായിട്ട് എല്ലാവരും സ്നേഹിക്കുന്ന കുട്ടിയാണ്. അതാ ശരി. ഒരാളോട് പറയാനുള്ളത് എന്തായാലും അവിടെ സൂക്ഷിച്ചേക്കൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിക്കും വേണ്ട, വള കഴിഞ്ഞാൽ വള നമുക്കുണ്ട്. ആൻഡ് ഗായ്സ്, എൻ്റെ ചിരി കേട്ട് ആരും പേടിക്കണ്ട. ഞങ്ങൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞ് ഇങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന രണ്ടുപേരാണ് ദേവികയും രേഷ്മ ചേച്ചിയും. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സ്വത്തെന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇവരുമായിട്ടുള്ളത്. സോ ഞാൻ ഭയങ്കര ഓപ്പണായിട്ട് സ്മൈൽ ചെയ്യുന്നതും ഇവരുടെ കൂടെ ഉള്ളപ്പോൾ തന്നെയാണ്. ആൻഡ് ദാറ്റ്സ് കോൾഡ് റിയൽ ഫ്രണ്ട്ഷിപ്പ്. മേലെ മോളന്ന് മോന്തിക്കല്ല.
ആൻഡ് ഗായ്സ് മെയിൻ കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടില്ല. ആളിപ്പോൾ ഒരു അമ്മയാവാൻ പോവാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വേണം പറയാൻ. ഇത് കേട്ട ചേച്ചി പറയും, എന്നെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേടി, നിനക്ക് എന്താ കണ്ണില്ലേ ചോദിക്കും. ആൻഡ് എന്താ പറയുക, ചേച്ചി ഒരു മദർ ആയിക്കഴിഞ്ഞാൽ ഐ ക്യാൻ എൻഷുർ ദാറ്റ് ഷീ ഈസ് ഗിവിങ് എ മദർലി ഫീൽ ടു മീ ഓൾസോ. അപ്പോൾ ആളൊരു അടിപൊളി അമ്മയായിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. ആൻഡ് ഐ എം വിഷിങ് യു ഓൾ ദ ബെസ്റ്റ് ചേച്ചി. മറ്റേ ബ്ലാക്ക് ബെൽറ്റ് നമുക്ക് പിന്നിൽ കൂടെ നിന്നിട്ട് ഇങ്ങനെ 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 ഒന്ന് പിടിച്ചാലോ? അല്ലേ, ബാബുചാച്ചി പറഞ്ഞു ബ്ലാക്ക് ബെൽറ്റാണ്. കറക്റ്റ്, എല്ലാ ബെൽറ്റും ഉണ്ട്. സ്മൈൽ സ്മൈൽ, ഇവിടെ ഇവിടെ സ്മൈൽ സ്മൈൽ. ഓക്കെ, ഫേസ് മാറ്റാം. ഇത് ക്രോസ് കൈ കൈ അങ്ങനെ വെക്കണം. ഓക്കെ, സ്മൈൽ റെഡി. ആൻഡ് ഗായ്സ്, നമ്മൾ മിസ് ചെയ്യാതെ പരിചയപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് ദീ ഇരിക്കുന്നത്, കിച്ചേട്ടൻ, ചേച്ചിയുടെ ഹസ്ബൻഡ്. ആൻഡ് ചേച്ചിനെ പറ്റി പറഞ്ഞ പോലത്തെ ഒരു ചെറിയൊരു റിവ്യൂ ചേട്ടനെ പറ്റിയും കൂടി പറയണമല്ലോ. ആളൊരു ഫാദർ ആവാൻ വേണ്ടി പോവല്ലേ. സോ ഒരിക്കലും ആളൊരു തന്ത വൈബുള്ള ആളല്ല. സോ കുട്ടിക്ക് നല്ലൊരു വൈബ് തന്തയായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഗായ്സ്. ബീഫ്, മറ്റേ നെയ്ച്ചോറ്, ചിക്കൻ എന്തൊരു പരിപാടി ഉണ്ട്, പിന്നെ ഐസ്ക്രീംസ്, പേര് വളകാപ്പ്, പക്ഷെ ഓൺലി നോൺ വെജ്. അത് നമ്മുടെ വൈബ്. ആൻഡ് ഗായ്സ്, ചേട്ടൻ്റെ ഈ മെനു കേട്ടപ്പോൾ ഞങ്ങൾ ഒട്ടും വൈകിച്ചില്ല. അപ്പം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ആൻഡ് നമ്മൾ മിസ് ചെയ്യാത്തൊരു പരിപാടിയാണല്ലോ അത്. എന്നെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നതും ഇത് തന്നെയാണ്. സോ നമുക്കിനി ഫുഡ് കഴിക്കാം. ആൻഡ് ഗായ്സ്, ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷെ നമ്മൾ കുറേ വർത്താനം പറഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്നു. ദെൻ ഈവനിങ് ആയപ്പോൾ ഞാനും രേഷ്മ ചേച്ചിയും ദേവികയും കിച്ചുവേട്ടനും പിന്നെ കസിൻസ് എല്ലാവരും കൂടെ ദി ബ്രിഡ്ജ് കഫേയിൽ പോയി. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എപ്പോഴും വരുന്ന ഒന്നാണ് ഈ ഒരു കഫേ കേട്ടോ. ബിക്കോസ് എനിക്ക് ഇവിടുത്തെ മോമോസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ എല്ലാവരും കൂടെ ഇവിടേക്ക് മോമോസ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. So guys, it's all about the beautiful Valagapudi. I will catch you next video. Bye.